ഭാരതഭൂമവും പരശുരാമക്ഷേത്ര സംഹിതവും പരശുരാമനിർമ്മിതമായ കേരള സംസ്ഥാനത്തിലെ സകല മലയാളികൾക്കും നമസ്കാരം. മലയാളിയുടെ സ്വന്തം ബാങ്കായ കേരള ബാങ്കിന്റെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് കേട്ടറിഞ്ഞാലോ? ഞാൻ വരിക. നിങ്ങളിങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്നോ? അപ്പച്ചന്റെ ഫണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? മോളുടെ കല്യാണമാണ് വരുന്നത്. ബാക്കിയുള്ളത് ലോണും എടുക്കണം. ഇവിടെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? കേരള ബാങ്ക് ഉള്ളപ്പോ നമ്മുടെ കാർ ലോൺ കറക്റ്റായിട്ട് അടച്ചു തീർത്തപ്പോ ആ മാനേജർ പറഞ്ഞില്ലേ എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ബാങ്കിലോട്ട് വന്നാൽ മതി. ഓ, അത് ശരിയാ, ഞാനൊന്ന് പറഞ്ഞുപോയി. ആ ബാങ്കിലുള്ളവർ എന്ത് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എത്ര പെട്ടെന്ന് നമ്മുടെ കാർ ലോൺ അടച്ചു തീർത്തു. ഇനി മോളുടെ ആവശ്യത്തിനും അല്പം ലോണും എടുക്കാം. പിന്നെ അപ്പച്ചന്റെ FDയും വേണമെങ്കിൽ എന്റെ സ്വർണവും പണയം വെക്കാം. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് ചർച്ച? കേരള ബാങ്കിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. മെമ്പർക്ക് എന്താ അഭിപ്രായം കേരള ബാങ്കിനെ കുറിച്ച്? കേരള ബാങ്ക് ലോകത്തിലെ തന്നെ 7ാം സ്ഥാനവും ഏഷ്യയിലെ 1ാം സ്ഥാനവും കേരള ബാങ്കിനാണ് ഇരിക്കുന്നത്. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമെല്ലാം നമ്മുടെ കേരളത്തിനൊരു കൈത്താങ് തന്നെയാണ് കേരള ബാങ്ക്. മുണ്ടക്കയിലും ചൂരൽമലയിലുമെല്ലാം ഓടിയെത്തിയില്ലേ? എന്റെ ബിസിനസ് വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരള ബാങ്കാണ്. പരമ്പരാഗത സഹകരണ തത്വങ്ങളും ആധുനിക സാങ്കേതികവിദ്യയും ഒത്തുചേരുന്നൊരു ബിസിനസ് ബാങ്കിംഗ് സംവിധാനമാണ് എൻ്റെ അഭിപ്രായത്തിൽ കേരള ബാങ്കിനുള്ളത്. ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധത കൂടിയുള്ള ഒരു ബാങ്കാണ് കേരള ബാങ്ക്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ തൃക്കാക്കരയിൽ പ്രവർത്തിക്കുന്ന EMS ലൈബ്രറി. കേരള ബാങ്ക് മലയാളികളുടെ സ്വന്തം ബാങ്ക്.